നമസ്കാരം. വൺ ഇന്ത്യയുടെ ഇന്നത്തെ ദിവസഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം മേടരാശിയുടെ ഇന്നത്തെ ഫലം എങ്ങനെയെന്ന് നോക്കാം. അമിത ഭോജനം ഒഴിവാക്കുക. നിങ്ങളുടെ തൂക്കം നിരീക്ഷിക്കുക. മറ്റുള്ളവരെ കാണിക്കുവാനായി അമിതമായി ചെലവാക്കുന്നത് നിയന്ത്രിക്കുക. ഉദാരമായ പെരുമാറ്റത്തിൽ അവസരം മുതലാക്കുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കളെ അനുവദിക്കരുത്. ഉയർന്ന വികാരപ്രകടനങ്ങൾ നിങ്ങളുടെ ദിവസം നശിപ്പിച്ചേക്കാം. ജീവിത പങ്കാളിയോട് നല്ല രീതിയിൽ പെരുമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടവം, കൊളസ്ട്രോൾ നിയന്ത്രണ വിധേയമാക്കുവാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകൾക്ക് പറ്റിയ ദിവസമാണ്. സുഹൃത്തുക്കളും ജീവിത പങ്കാളിയും നിങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും കൊണ്ടുവരും. പ്രണയജീവിതം ഊർജ്ജസ്വലമായിരിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ പിന്തുണയ്ക്കും. മിഥുനം, കുടുംബവുമായി കൂടുതൽ സമയം ചിലവഴിക്കുക. നിങ്ങളുടെ ഏകാന്തതയിൽ നിന്ന് മോചനം ലഭിക്കും. കൂട്ടുസംരംഭങ്ങളിലും അസ്ഥിര സാമ്പത്തിക പദ്ധതികളിലും നിക്ഷേപം അരുത്. അതിരുകവിഞ്ഞ ജീവിതശൈലി വീട്ടിൽ സമ്മർദ്ദങ്ങൾക്കിടയാക്കിയേക്കാം. ചെലവുകൾ നിയന്ത്രിക്കുക. രണ്ടാമതൊരാളിൽ നിന്നുള്ള വാർത്തകൾ പരിശോധിക്കുക. ഇന്ന് ഒരു അപ്രതീക്ഷിത അതിഥിയാൽ നിങ്ങളുടെ പദ്ധതികൾക്ക് തടസ്സം നേരിടും. കർക്കിടകം രാശിക്കാർക്ക് ഇന്ന് തിരക്കേറിയ ഒരു ദിവസമായിരിക്കും. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ആവശ്യത്തിൽ കവിഞ്ഞ് സുഹൃത്തുക്കൾ ഇടപെടും. ഇന്ന് യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ദൂരസ്ഥലങ്ങളിലേക്കുള്ള നിങ്ങളുടെ യാത്ര അത്ര സുഖകരമായിരിക്കില്ല. ചിങ്ങം, വിനോദത്തിനായി അമിതമായി ചെലവാക്കാതിരിക്കുക. ഇന്ന് ജീവിത പങ്കാളിയുമായുള്ള നിങ്ങളുടെ പരസ്പര ധാരണ വർദ്ധിക്കും. സന്തോഷകരമായ പഴയ ഓർമ്മകൾ നിങ്ങളെ തിരക്കിലാക്കും. നിങ്ങളുടെ യശസ്സിന് കോട്ടം വരുത്തുന്ന ആളുകളുമായുള്ള സഹവർത്തിത്വം തടയുക. വിവാഹത്തിന്റെ തിളക്കമാർന്ന വശം അനുഭവിക്കാനുള്ള നല്ലൊരു ദിവസമാണ് ഇന്ന്. കന്നി, നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് അഗാധമായി അന്വേഷിക്കുക. എന്തെങ്കിലും ഉറപ്പിക്കുന്നതിന് മുൻപ് വിദഗ്ധരുടെ അഭിപ്രായം തേടുക. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെടാവുന്ന ആരെങ്കിലും കണ്ടുമുട്ടുവാനുള്ള സാധ്യതയുണ്ട്. നിരീക്ഷണ പാടവം നിങ്ങളെ മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കുവാൻ സഹായിക്കും. ഇന്ന് നിങ്ങളുടെ സാധാരണ വിവാഹ ജീവിതത്തിൽ നിന്നും പ്രത്യേകതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അസാധാരണമായ ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. തുലാം, നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക സ്ഥിതിയോട് അമിത ഉദാരത കാട്ടിയാൽ നിങ്ങൾ അപകടത്തിൽ ചാടിയേക്കും. കുടുംബരഹസ്യം സംബന്ധിച്ച ഒരു വാർത്ത നിങ്ങളെ അതിശയിപ്പിക്കും. നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഭയപ്പെടരുത്. വൃശ്ചികം, അമിത വിഷാദവും മാനസിക പിരിമുറുക്കവും നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിച്ചേക്കാം. ആദായത്തെക്കുറിച്ചുള്ള ഉറപ്പില്ലായ്മ നിങ്ങളുടെ മനസ്സിൽ സമ്മർദ്ദം സൃഷ്ടിക്കും. നിങ്ങളെ വഴിതെറ്റിച്ചേക്കാമെന്ന വ്യക്തികളെ സൂക്ഷിക്കുക. പങ്കാളിയുമൊത്തുള്ള ഒരു മികച്ച സായാഹ്നം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ധനു, പൊതുവെ ആരോഗ്യകരമായ ദിവസമാണ് ഇന്ന്. സുഹൃത്തുക്കളുമായി നല്ലൊരു സമയം ചെലവഴിക്കും. വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റെടുക്കുന്ന നിർമ്മാണ ജോലികളെല്ലാം ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർത്തിയാക്കും. ജീവിത പങ്കാളിയിൽ നിന്നും പൊതുവെ നല്ല സമീപനം. മകരം, അത്യാഗ്രഹം, ആസക്തി, അഹംഭാവം, അസൂയ എന്നീ ദുർഗണങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. ദാനം ചെയ്യുക. ചെലവാക്കുന്നത് നിയന്ത്രിക്കുക. ഇനി കുംഭം, ദന്തരോഗം അല്ലെങ്കിൽ വയറിലെ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കും. അനുഷ്ഠാനങ്ങളിലോ മംഗളകരമായ ആചാരങ്ങളിലോ പങ്കെടുക്കും. ദ്രുതഗതിയിൽ പ്രവർത്തിക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് അംഗീകാരങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ പങ്കാളിയുമായി ഇന്ന് ഗൗരവകരമായ ഒരു വാഗ്വാദത്തിൽ നിങ്ങൾ ഏർപ്പെട്ടേക്കാം. അവസാനമായി മീനം രാശിയുടെ ഇന്നത്തെ ഫലം എങ്ങനെയെന്ന് നോക്കാം. സാഹസിക തീരുമാനങ്ങൾ എടുക്കരുത്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണെങ്കിൽ ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ. നിങ്ങളുടെ പങ്കാളിക്ക് ആവശ്യമായ ശ്രദ്ധ നൽകുക. ആശയവിനിമയ തന്ത്രങ്ങളും തൊഴിൽപരമായ കഴിവുകളും നിങ്ങളെ നേട്ടങ്ങളിൽ കൊണ്ടെത്തിക്കും. ഇതോടെ ഇന്നത്തെ ദിവസഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളത്തെ ദിവസഫലവുമായി കാണാം. വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ശുഭദിനം. നമസ്കാരം.